അങ്ങനെ എയർപോർട്ടിന് പുറത്തെത്തി. ഞങ്ങളുടെ പുളി പോയതിൽ ഒരു വിഷമവും ഉണ്ട്. വീട്ടിലോട്ട് പോകാൻ ഊബർ ബുക്ക് ചെയ്തപ്പോൾ അവിടുന്ന് പണി കിട്ടി. പിള്ളേരുള്ളതുകൊണ്ട് ഞങ്ങളെ കയറ്റത്തില്ല എന്ന്. ഇവിടെ ബേബീസിന് ബേബി കാർ സീറ്റ് നിർബന്ധമാണ്. അതില്ല എങ്കിൽ കയറ്റത്തില്ലത്രേ. ഊബർ എടുക്കത്തില്ല എന്നേ ഉള്ളൂ. നമ്മൾ ലോക്കൽ ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ അവര് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ലോക്കൽ ടാക്സി വിളിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടാക്സി ഫെയർ മീറ്ററിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഓവർ സ്പീഡ് കാറിന് മാത്രമല്ല ഈ ഫെയർ മീറ്ററിനും അത്ര നല്ലതല്ല എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലോർത്തു. ജസ്റ്റ് 20 മിനിറ്റ് കൊണ്ട് വീടെത്തിയെങ്കിലും ടാക്സി ചാർജ് ഒരു ദയയും കാണിച്ചില്ല. $100. നാട്ടിലെ 5000-ന് മുകളിൽ ബില്ല് വന്നു. ഫൈനലി ഞങ്ങൾ വീടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വീടെത്തിയിരിക്കുവാണ്. വന്ന് കയറിയപ്പോൾ തന്നെ ടോയ്സ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കിട്ടിയപ്പോൾ ഉള്ള സന്തോഷമാണ് ഈ കാണുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം ഫുള്ള് റെസ്റ്റ് എടുക്കലും അൺപാക്കിങ്ങും ഒക്കെ ആയിരുന്നു. പിള്ളേർക്ക് പുതിയ സ്ഥലം ഇഷ്ടമാകുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ചില്ലായിരുന്നു. ഭയങ്കര എക്സ്പ്ലോറിംഗ് മോഡലായിരുന്നു. എത്ര പെട്ടെന്നല്ലേ പിള്ളേർ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നതും അഡാപ്റ്റ് ചെയ്യുന്നതും. ഇടയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു ഗ്രോസറി സ്റ്റോറിൽ പോയി കുക്കിങ്ങിന് ആവശ്യമായ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇത് എൻ്റെ കാന്താരികൾക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ എക്സൈറ്റ്മെന്റ് ആണ്. അവർക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇടുന്നുണ്ട്. പക്ഷെ എല്ലാം ചോദിച്ചിട്ടാണ് വയ്ക്കുന്നത്. ഒരു വമ്പം ബില്ല് വന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളോട് ചോദിക്കാതെ ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നൈസിലെ ബാസ്ക്കറ്റിൽ വെച്ചിട്ടുണ്ട്. 4 ഹാൻഡ് വാഷും 5 സ്ട്രോബെറി ബോക്സും അങ്ങനെയൊക്കെ. ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന ഭയങ്കര ഇഷ്ടമാണ്. അന്നത്തെ ദിവസം മുഴുവൻ ഇളക്കമായിരിക്കും. ഞങ്ങൾക്ക് ഒടുക്കത്തെ പണിയുമായിരിക്കും.